ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നോമ്പിൻ്റെ 46-ാം ദിനം. ഇന്നത്തെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായുള്ള വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം വളരെ പ്രശസ്തമായ ഒരു ഉപമയെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. ദ പാരബിൾ ഓഫ് ടാലൻറ്റ്, താലന്തുകളുടെ ഉപമ. താലന്തുകളുടെ ഉപമ നൽകുന്ന ചില ഉൾക്കാഴ്ചകൾ ഈ ധ്യാനത്തിലൂടെ പങ്കിട്ടുകൊള്ളട്ടെ. സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എല്ലാം നാം ഇന്ന് ഭൂമിയിൽ എന്തു ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കുകൂട്ടലാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഇതിൻ്റെ സാരാംശം. ഈ ഭാഗത്തെ വ്യാപാരിയായ മനുഷ്യൻ ദൈവത്തെ കുറിക്കുന്നു. താലന്തുകൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം നമുക്ക് നൽകുന്ന കഴിവുകളും അവസരങ്ങളുമാണ്. എനിക്ക് എന്ത് ലഭിച്ചു, എത്ര ലഭിച്ചു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ആരാണ് നൽകിയതെന്നും എന്തിനാണ് നൽകിയതെന്നും ലഭിച്ചത് എന്തു ചെയ്തു എന്നുമാണ് കർത്താവ് വിലയിരുത്തുന്നത്. ആയതിനാൽ കിട്ടിയതിലേക്ക് മാത്രം നോക്കാതെ തന്നവനിലേക്ക് നോക്കുവാൻ ഈ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പലപ്പോഴും സമ്പന്നരായവരിൽ നിന്ന് മാത്രമാണ് നാം പാഠം പഠിക്കാറുള്ളത്. എന്നാൽ നഷ്ടപ്പെട്ടവന് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന പഠനവും അനിവാര്യമാണ്. എല്ലാ സംഭവങ്ങളിലും രണ്ട് ഭാഗവും വിലയിരുത്തുമ്പോൾ മാത്രമേ നമുക്ക് അക്കാര്യത്തെപ്പറ്റി വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ എത്ര ലഭിച്ചു എന്നതാണ് പരാജയപ്പെട്ടവൻ വിലയിരുത്തുന്നത്. എന്നാൽ ഇപ്പോൾ ലഭിച്ചതിനെ ഭാവിയിൽ എന്താക്കി മാറ്റാം എന്നതാണ് വിജയ് ശ്രദ്ധിക്കാറുള്ളത്. പരാജിതനിൽ ഹ്രസ്വവീക്ഷണം നിലനിൽക്കുമ്പോൾ വിജയി ദീർഘവീക്ഷണമുള്ളവനായി പെരുമാറുന്നു. പരാജിതന് ഒത്തിരി പറയാനുണ്ടാകും. അവൻ പറയുന്നത് മുഴുവനും നഷ്ടങ്ങളുടെയും പാഴായ അധ്വാനത്തിൻ്റെയും സാധ്യതയില്ലായ്മയുടെയും കഥകളാകുന്നു. എന്നാൽ വിജയി മിതമായി സംസാരിക്കുകയും അവൻ്റെ പ്രവൃത്തികൾ കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്നു. പരാജിതൻ വാക്കുകൾ കൊണ്ട് ശ്രദ്ധ നേടാനൊരുങ്ങുമ്പോൾ വിജയി പ്രവർത്തനം കൊണ്ട് ശ്രദ്ധ ആകർഷിക്കുന്നു. പരാജിതൻ തന്നവന് തന്നെ ബാധ്യതയാകുമ്പോൾ വിജയി കൊടുത്തവന് പുകഴ്ചയാകുന്നു. ആദ്യ പടവിൽ വിജയി അധ്വാനിക്കുന്നു, പരാജിതൻ സുഖമനുഭവിക്കുന്നു. എന്നാൽ രണ്ടാം പടവിൽ വിജയി സുഖമനുഭവിക്കും, പരാജിതൻ അനുഭവിച്ച സുഖത്തിൻ്റെ ഭാരം പേറും. ക്രൈസ്തവ ജീവിതം താലന്തുകളുടെ ജീവിതമാണെന്ന തിരിച്ചറിവിൽ നമുക്ക് എത്തിച്ചേരാം. ഓരോ വ്യക്തിയിലും അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് അത് നൽകപ്പെട്ടിരിക്കുന്നു. അവയെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ ആഴവും കൃപയുടെ നിറവും സ്വർഗത്തിൻ്റെ ഉയരവും വർദ്ധിപ്പിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വെച്ച് തന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ എന്നിവ ഞാൻ എന്തു ചെയ്തു? നാം ഓരോരുത്തരും സമചിത്തതയോടുകൂടി ശോധന ചെയ്യുവാൻ ഈ നോമ്പുകാലം സാധ്യമാകണം. പ്രിയമുള്ളവരെ, നമ്മുടെ താലന്തുകളെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്ത് ഒടുവിൽ കണക്ക് ബോധിപ്പിക്കുമ്പോൾ എത്ര അധികം നേടി എന്നതിലുപരി എത്രമാത്രം ദൈവം മുമ്പാകെ നാം ഓരോരുത്തരും വിശ്വസ്തരായിരുന്നു എന്നാണ് ദൈവം വിലയിരുത്തുന്നത്. അങ്ങനെ ന്യായവിധി സമയത്ത് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസികെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കുമെന്നുള്ള ഇമ്പസ്വരം കേൾപ്പാനായി നമുക്ക് കാതോർക്കാം. അതിനായി ഈ നോമ്പ് ധ്യാനം പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.